ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. മുഖം നോക്കി നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവെച്ചുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, മോശയിൻ മൂലം ദൈവം വെളിപ്പെടുത്തിയ തന്റെ മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ മക്കളിൽ കൂടി താൻ വെളിപ്പെടുത്തിയ മഹത്വം. ദാവീദ് ദൈവത്തിന്റെ മഹത്വത്തിനകത്ത് വസിക്കുവാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. നാം അതുപോലെ ദൈവത്തിന്റെ പാപത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിലും ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്വഭാവത്തിലും ആയി തീരണം. ഈ നിത്യത എന്ന് പറയുന്ന ആ വലിയൊരു അനുഗ്രഹത്തെ നാം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തിയുള്ളവരാകണം എന്നുള്ള വലിയൊരു സന്ദേശത്തെ ഹല്ലേലൂയ തന്റെ ദാസിയൻ മൂലം കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഈ മീറ്റിങ്ങിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടം നമ്മളോട് അറിയിക്കുവാൻ, അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് തന്റെ കൃപയാൽ നിറയ്ക്കുവാൻ, ഹല്ലേലൂയ, ഈ സന്ധ്യയുടെ യാമം എല്ലാവർക്കും ഒരു വലിയൊരു അനുഗ്രഹമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. അല്പനിമിഷം സ്തോത്രം പറഞ്ഞാട്ടെ. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ അല്പനിമിഷം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഉടറമനഗരഗനഗസ്യാരഗതരമനഗ ശാന്തരേതന അദ്ധകടകസ്യാരഗതരമനഗതരാജന രഗനഗസ്യേ അതുരേതനാദര ഹംദൽ കടകതരാജന രഗനഗ ശാന്തരേതനെ റീബലഭക്ഷാരഗടകസ്യാരഗതരമനഗതരാജന രഗനഗസ്യേ അദ്ധതേതനാദരം ദരം 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 ഋഗതി രഗനഗസ്യാരഗനഗരഗനഗ ശാന്തരേതന റീകോസ്യോറോഹോഷാരഗടകസ്യേരിഗതരമനഗ അദ്ധുരേതനാദരഹംദൽ പ്രൗഢപരിഗതരമനഗസ്യ. സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം വഹിക്കുന്നതിന്റെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനെ, നിന്റെ സന്നിധി ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവേ, ഇന്ന് പകൽകാലം ദൈവവചനത്തിൽ കൂടി വീണ്ടും സംസാരിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനകത്തേക്ക്, അങ്ങയുടെ സാന്നിധ്യത്തിനകത്തേക്ക്, ഹല്ലേലൂയ, ആ ചിറകടിയിലേക്ക് ഞങ്ങളൊന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഇന്ന് പകൽകാലം ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ, ഒന്നുകൂടെ കഴുകണമേ. ഞങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും അപ്പച്ചന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, എന്റെ ജനം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, അവരുടെ അത്യാവശ്യങ്ങളുടെ മധ്യത്തിൽ, അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ എല്ലാറ്റിനും മേലായി അപ്പച്ചന്റെ കൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ശുദ്ധിയിൽ നിറയ്ക്കണമേ, കൃപയിൽ നിറയ്ക്കണമേ, അത്യന്ത ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് സന്ധ്യാസമയം കർത്താവ് ഞങ്ങളോട് ഇടപെടും. ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 55-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് ദാവീദ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ചിറകുകൾ, പ്രാവുകളെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പറന്നു പോയി എന്ത് ചെയ്തേനെ, വിശ്രമിച്ചേനെ എന്ന് പറഞ്ഞ അതുപോലുള്ള പ്രശ്നങ്ങളാണ് ദാവീദിന്റെ ചുറ്റിനും നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പറഞ്ഞു വന്ന ദാവീദ് പെട്ടെന്ന് പറയുകയാണ്, ആ 55-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ എന്റെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് അവൻ എന്നെ രക്ഷിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. ഓ, നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം. ആമേൻ, കൃപ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ രക്ഷിച്ചു. ആ ഒരു വെളിപ്പാട്, തന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു, തന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു എന്നുള്ള വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ 56-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, എന്റെ ചുറ്റി ശത്രുക്കൾ കൂട്ടം കൂടി നിൽക്കുകയാണ്, പക്ഷേ ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പുകഴും. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്റെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും
ചെയ്യുവാൻ കഴിയും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തു യേശുവിൽ ഒന്ന് ധൈര്യപ്പെട്ടാട്ടെ. ഓ റിഖറമന ശരധര റബലമനഗസ്യ അധരേതനാധര ഹന്ത ഘടകസ്യ. ചുറ്റി ആരൊക്കെ പിച്ചി ചീന്തുമെന്ന് പറഞ്ഞു നിന്നാലും, ചുറ്റി ആരൊക്കെ തകർത്തു കളയുമെന്ന് പറഞ്ഞു നിന്നാലും, നിന്നെ മുന്നോട്ട് പോകാൻ വിടുകയില്ലെന്ന് പറഞ്ഞു നിന്നാലും, ഓ റീമാനാസ്യ റഖ റമനക ശാന്തരേതന, നീ ദൈവത്തിന്റെ വചനത്തിൽ പുകഴുവാനും ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാനും നിന്നെ തന്നെ സമർപ്പിച്ച് ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുകയാണ്, ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ നിൽക്കുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് രാത്രിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ഓ രക്തക്ഷയം, ആരെന്നെ വിടുവിക്കും, ആരെന്നെ രക്ഷിക്കും, ആര് എന്നെ ഈ കുഴിയിലിരുന്നൊന്ന് വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ദൈവത്തിന്റെ വചനത്തിൽ പുകഴുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ നീ ആശ്രയം വെക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്നവനായ ഒരു ദൈവം. അതുകൊണ്ട് എന്തായി ഹല്ലേലൂയ സ്തോത്രം ആ ഒരു അനുഭവത്തിലേക്ക് ഒന്നുകൂടെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോൾ 57-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ചെയ്യാം. ആ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം. 55-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ എന്താണ്? എനിക്ക് 2 ചിറകുകൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പറന്നുപോയേനെ. പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന്, ശത്രുക്കളുടെ നടുവിലിരുന്ന്, കണ്ണുനീരിന്റെ നടുവിലിരുന്ന്, ഹല്ലേലൂയ വെല്ലുവിളികളുടെ നടുവിലിരുന്ന് ഞാൻ അങ്ങ് പറന്നുപോയി അങ്ങ് വിശ്രമിച്ചേനെ. പക്ഷേ സ്വർഗവുമായ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്പം മുമ്പേ തന്റെ ദാസി പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഹല്ലേലൂയ കിട്ടിക്കഴിയുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ എങ്ങ് ഓടി ഒളിക്കുവാനുള്ളവളല്ല, നീ എങ്ങ് ഓടി മറയുവാനുള്ളതുമല്ല. എവിടെയാണ് അവന്റെ ചിറകടിയിൽ, ചിറകടിയിൽ, ചിറകടിയിൽ ചിറകടിയിൽ ഞാൻ ശരണം പ്രാപിച്ചിട്ട്, ആ ശരണം പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ്, നീ സകലത്തെയും നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തെ കുറിച്ചൊരു അറിവ് ദാവീദിന്റെ അകത്തേക്ക് ഇടിച്ചു കയറുക. സ്തോത്രം. അവൻ ചിറക് എടുത്ത് മാറ്റി പോകയില്ല. പിന്നെയോ നാം ശരണം പ്രാപിച്ചിരിക്കുന്ന ആ ചിറകിന്റെ അടിയിലിരുന്നു കൊണ്ട് ദാവീദ് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു തരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ വിഷയങ്ങൾ, എന്റെ വേദനകൾ, എന്റെ ആവശ്യങ്ങൾ, എന്റെ തലമുറയുടെ വിഷയങ്ങൾ, എന്റെ സാമ്പത്തിക മണ്ഡലം, എന്റെ ആത്മീക ജീവിതം, സകലത്തെയും നിവർത്തിച്ച് ഒരു ജയത്തിലെത്തിക്കുവാൻ ഒരു ജയത്തിലെത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അല്പം മുമ്പേ എന്റെ ദാസി പറഞ്ഞതുപോലെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി പിതാവാം ദൈവത്തിന്റെ മുൻപാകെ നിർത്തേണ്ടതിന് നമ്മളെ അവൻ എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിന് മുൻപ് ദത്തെടുക്കുക മാത്രമല്ല, അനുഗ്രഹിച്ചിട്ട് അവൻ നമ്മളെ രക്തത്താൽ അവൻ ശുദ്ധീകരിച്ച് തന്റെ മക്കളാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽകാലം ദാവീദ് പിന്നെ നോക്കുമ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ? തനിക്കെതിരെ കുഴിച്ചവരെല്ലാം ആ കുഴിയിൽ വീഴുന്നത് കണ്ടു. നിങ്ങൾ വായിച്ചു നോക്കണം. പിന്നത്തേതിലെടുത്ത് ഈ 3 സങ്കീർത്തനവും കൂടെ എടുത്തൊന്ന് ധ്യാനിക്കണം. അതിനകത്ത് നമ്മുടെ വിഷയത്തിന്റെ മേൽ നമുക്കൊരു ജയമുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ആത്മീക വർദ്ധനവ് ദൈവം നമുക്ക് അതിനകത്ത് തരികയാണ്. ഹല്ലേലൂയ. ദാവീദ് നോക്കിയപ്പോൾ കുഴിച്ച കുഴിയിൽ ആര് കുഴിച്ചു അവർ വീഴുന്നത് കണ്ടു. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ, നമ്മുടെ ആവലാതികൾ മാറട്ടെ, നമ്മുടെ ഭയങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാസി പറഞ്ഞതുപോലെ നമ്മൾ സ്പിരിച്വൽ ആണ്, നമ്മൾ സ്പിരിച്വൽ ജീവിതങ്ങളാണ്. നമ്മൾ ആത്മീക ജീവിതത്തിനകത്ത് നമ്മളായിരിക്കുന്ന ആത്മീകരാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന തലം ഫിസിക്കലാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ജീവിക്കുമ്പോൾ അല്പം പ്രയാസമുണ്ട്. സ്തോത്രം, സ്തോത്രം. ആമേൻ.
ഈ പ്രയാസത്തെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവന്റെ ചിറകിൻ കീഴിൽ ഒന്ന് ശരണം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാവീദിന് കാണിച്ചു കൊടുത്തു, എടാ കുഞ്ഞെ, നിനക്ക് എതിരായി കുഴി കുഴിച്ചവർ ഇതാ കുഴിയിൽ വീഴുന്നു. ദാവീദ് ചാടി ആരാധിക്കാൻ തുടങ്ങി. അവിടെ 57-ാം സങ്കീർത്തനത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ എന്റെ ദൈവത്തിന് വീണയും കിന്നരവും എടുത്ത് ഞാൻ സ്തുതിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്ന രാത്രിയിൽ ജനമൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ബലപ്പെട്ടാട്ടെ, ദൈവകൃപയിൽ ഒന്ന് ബലപ്പെട്ടാട്ടെ. ഹല്ലേലൂയ. ശരണം പ്രാപിക്കാൻ നമുക്കൊരുവനുണ്ട്, ശരണം പ്രാപിക്കാൻ നമുക്കൊരുവനുണ്ട്. രക്തം ക്ഷയമെടുക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, നിന്റെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുക, നിന്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുകയാ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇതാ വരികയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം. എത്ര പേർ ഈ രാത്രിയെ സമർപ്പിക്കും? കർത്താവേ, നിന്റെ വചനത്തിൽ പുകഴുവാൻ, വചനത്തിൽ പുകഴുവാൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവരായി മാറുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ദ്രിയ ജയം. ആമേൻ, ആമേൻ, സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ സ്തോത്രം, സ്തോത്രം 13-ാമത്തെ വചനത്തിൽ പറയുന്നു, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. കാലം നോക്കിയാൽ നമ്മളെല്ലാം ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്? കട്ടിയില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപദേശത്തിന്റെ സ്തോത്രം അടുത്ത തലത്തിലേക്ക് കയറേണ്ടത് കഴിഞ്ഞു. പക്ഷേ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തത് കൊണ്ട് തന്റെ ദാസി അതും പറഞ്ഞു, നമ്മൾ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സത്യം പറഞ്ഞാൽ ഞാൻ അത് കേട്ടിങ്ങനെ അതിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് കറണ്ട് പോയി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സന്ദേശം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നീതിയുടെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിചയമുള്ളവരായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ 14-ാമത്തെ വചനം, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നമ്മൾ പറയുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും അങ്ങ് ചെന്ന് ചേരാം, രക്തം ചെയ്യാം. എങ്ങനെയും പോകാൻ പറ്റത്തില്ല, പ്രായം തികയണം. സ്തോത്രം, സ്തോത്രം. എല്ലാരും ഒന്ന് സ്തോത്രം പറഞ്ഞു. നമുക്ക് പ്രായം തികയണം. പ്രായം തികഞ്ഞു പോയാലേ അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ, കേറാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രായം തികയണമെങ്കിൽ നീതിയുടെ വചനത്തിൽ നാം പരിചയമുള്ളവരായി മാറണം. അല്പം മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് സുവിശേഷത്തിന്റെ രീതികളൊക്കെ മാറി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൗദി അറേബ്യയിലുള്ള ഒരു ഇതുപോലുള്ള ഒരു മിനിസ്ട്രിയിൽ ഞാൻ ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സൂം മീറ്റിങ്ങിൽ 10-25 പേർ അതിനകത്ത് പഠിക്കുവാൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? സിസ്റ്ററെ, നിങ്ങൾ വാ, ചർച്ചിലോട്ടൊന്ന് വാ, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, നിങ്ങളുടെ മോന് വഴികൾ തുറക്കും, നിങ്ങളുടെ മോടെ വിവാഹം നടക്കും, നിങ്ങളുടെ കണ്ണുനീരെല്ലാം മാറ്റും. ഇത് കേൾക്കുമ്പോ ഒരു ഗത്യന്തരവും ഇല്ലാത്ത ഈ ആന്റി എന്ത് ചെയ്യും? എന്റെ പുറകെ വരും. വന്നൊരു 10 ദിവസം കഴിയുമ്പോൾ ദൈവം കരുണയുള്ളവനാകിയാൽ അവരുടെ വിഷയത്തിന് അല്പം വിടുതൽ കൊടുക്കും. അടുത്തത് സ്നാനത്തിന് ഓൾട്ടർ കോളായി. ഹല്ലേലൂയ, സ്തോത്രം. കിട്ടിയ ആ ഒരു ഉണർവിൽ എന്ത് ചെയ്യും? സ്നാനപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ രീതികളൊക്കെ അങ്ങ് മാറും. മാറിക്കഴിയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പിന്നെ ആളിനെ കാണത്തില്ല. പിന്നെ നോക്കുമ്പോൾ ചോദിക്കാൻ പറയും സമയമില്ല. പിന്നെ ചോദിക്കാൻ പറയും ഞാൻ മോടെ കൂടെ അമേരിക്കയിലായിരുന്നു. പിന്നെ ചോദിക്കുമ്പോൾ പറയും ഞാൻ മോന്റെ കൂടെ UK-യിലായിരുന്നു. ഇപ്പൊ എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നീതിയുടെ വചനം, രക്ഷയുടെ വചനം അകത്തു കയറാത്തത് കൊണ്ട്. പക്ഷെ
അന്ന് പണ്ട് ഭക്തന്മാർ വിളിച്ചു പറയുമായിരുന്നു, നീ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണമോ, നീ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, നീ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ, നിനക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് സത്യവചനത്തെ സത്യമായി വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അത് ഇല്ലാത്തത് കൊണ്ട് പലരും പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവരായി തീരണം, രക്ഷയുടെ വചനത്തിൽ നാം പരിചയമുള്ളവരായി തീരണം. സ്തോത്രം ഹല്ലേലൂയ. വചനത്തിന്റെ മുൻപിൽ നാം നമ്മളെ താഴ്ത്തിയേൽപ്പിച്ചിട്ട് നമ്മൾ എന്തായിരിക്കണം? നന്മ തിന്മകളെ തിരിച്ചറിയണം. സ്തോത്രം സ്തോത്രം. ഇന്ന് നമ്മൾ എങ്ങനെയും ജീവിക്കാം. ഞായറാഴ്ച ആലയത്തിൽ വന്നാൽ മതി. സ്തോത്രം. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. നന്മ തിന്മകളെ നമ്മൾ തിരിച്ചറിയണം. നന്മ തിന്മ, നന്മ ഏത്, തിന്മ ഏത്, ക്രിസ്തു ഇഷ്ടപ്പെടുന്നതെന്ത്, എന്റെ യേശു ഇഷ്ടപ്പെടാത്തതെന്ത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറയുകയാണ്, ദാവീദിനെ കുറിച്ചിട്ട് പറയുകയാണ്, ദാവീദ് അവന്റെ ഹിതമെല്ലാം അറിഞ്ഞിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തനിക്ക് ബോധിച്ചവനായി മാറി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാമോ നമ്മുടെ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന്? നമുക്കറിയാമോ ഇഷ്ടം എന്താണെന്ന്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ വിടണമെങ്കിൽ നമ്മൾ കോളേജ് കണ്ടെത്തും, നമ്മൾ അതിന്റെ കാര്യങ്ങൾ ആരെ പിടിച്ചാൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുമെന്നാകും, എത്ര രൂപ വേണമെന്നാകും, അതെല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഇന്ദുലേഖ സിസ്റ്ററിനെ വിളിക്കും. സിസ്റ്ററെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സിസ്റ്റർ പ്രാർത്ഥിച്ച് ദൈവഹിതം ഒന്ന് പറയാം. അമ്മേ എങ്ങനെ എല്ലാം അടുപ്പിച്ച് കൂട്ടി എല്ലാം വെച്ച് ദൈവഹിതം എനിക്കൊന്ന് പറഞ്ഞു തരണം, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. പാവൻ സിസ്റ്റർ ഇതുവല്ലോ അറിയുന്നുണ്ടോ? പക്ഷെ വിവേചനത്തിന്റെ ആത്മാവ് അകത്തുണ്ടെങ്കിൽ പറയും, സിസ്റ്റർ എല്ലാം ആക്കി വെച്ചിട്ടല്ലേ ഈ വിളിച്ചെന്ന് ചോദിക്കും. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ നന്മ തിന്മകളെ തിരിച്ചറിയണം. നിനക്ക് നന്മ തിന്മകൾ എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? നീതിയുടെ വചനത്തിൽ നീ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്തെന്ന്, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നന്മ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടണം. ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ ആ ഒരു തഴക്കമുണ്ടല്ലോ, പഴക്കം. സ്തോത്രം. ആ പഴക്കത്തിൽ അഭ്യസിച്ചു വരുമ്പോൾ ഇന്ദ്രിയ ജയമുള്ളവരായി നാം മാറുകയാണ്. ഏത് നോക്കിയാൽ ദൈവത്തിന് ഇഷ്ടം, എന്ത് കാണുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, എന്ത് പറയുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, എന്ത് ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, ഇതൊക്കെയും ഹല്ലേലൂയ തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി നമ്മളെ ഹല്ലേലൂയ ദൈവത്തിന്റെ നേർനിലത്തിൽ വഴി നടത്തുമെന്ന് ഹല്ലേലൂയ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് ഇന്ന് പകൽകാലം ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, നിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ, നിന്റെ ഹിതം തിരിച്ചറിയുവാൻ, നീതിയുടെ വചനത്തിൽ പഴക്കം. ദാവീദ് വചനത്തിൽ പുകഴാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ജീവിതത്തിലെ ശത്രുക്കൾ വീഴുന്നത് അവൻ കാണുവാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ വർഷങ്ങളായി, നാളുകളായി വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ വചനത്തിൽ പുകഴാൻ തുടങ്ങണം, വചനത്തിൽ പരിചയപ്പെട്ട് മുന്നോട്ട് വരണം, വചനം ധ്യാനിക്കണം, വചനം ഹൃദയത്തിനകത്ത് നിറയ്ക്കണം, അത് ഹല്ലേലൂയ പുറത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അവിടെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റുകയാ. ജീസസ്. ഹല്ലേലൂയ. 40 നിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 2, 3, 4, 5 വചനങ്ങൾ, 5, 6 വചനങ്ങൾ നമുക്ക് ഒന്ന് വായിച്ച് അല്പനിമിഷം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോബിന്റെ പുസ്തകം
42-ാം അധ്യായം 2-6 വരെയുള്ള വചനം. നിനക്ക് സകലവും, അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ആമേൻ. നിനക്ക് സകലവും കഴിയും കർത്താവേ, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല ദൈവമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവ സന്നിധിയിൽ നമ്മൾ ബലപ്പെടുകയും ചെയ്യുന്ന യോബിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ യോബ് യഹോവയോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് സകലവും കഴിയും. ആമേൻ. ഒന്നുപോലും നിനക്ക് കഴിയാത്തതില്ല. നിന്റെ ഉദ്ദേശമെല്ലാം അസാധ്യമല്ല. നീ ഒന്ന് ഉദ്ദേശിച്ചാൽ അത് സംഭവിച്ചിരിക്കും. സ്തോത്രം. നീ നിർണയിച്ചത് ഹല്ലേലൂയ ദുർബലപ്പെടുത്താൻ ആർക്കും കഴിയയില്ല. നീ കരം നീട്ടിയാൽ നിന്റെ കരത്തെ മടക്കുവാൻ ഒരുവന് സാധ്യമല്ല. നീ വെളുപ്പിച്ചതിനെ കറുപ്പിക്കാൻ ഒരുവനും കഴിയുകയില്ല. നീ കറുപ്പിച്ചതിനെ ഒരുവനും വെളുപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നീളമുള്ളതിനെ കുറയ്ക്കാനും പറ്റത്തില്ല, കുറവുള്ളതിനെ നീട്ടാനും പറ്റത്തില്ല. കർത്താവ് എന്ത് ചെയ്തോ അത് അങ്ങനെ തന്നെ, അതിനകത്ത് മാറ്റമില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വേണ്ട അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു എന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന്? സ്തോത്രം. എന്റെ എല്ലാ കാര്യങ്ങളും കർത്താവിന് സകലവും കഴിയുന്നതാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അടുത്ത വചനം പറയുകയാണ്, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഇവൻ ആരാണ്? സ്തോത്രം. ഈ ചോദ്യം നമുക്ക് അല്പ അധ്യായങ്ങൾക്ക് മുൻപേ, അതായത് 38-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ദൈവം, യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയാണ്. ചുഴലിക്കാറ്റിൽ യോബിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ യോബ് ആവർത്തിച്ചു പറയുന്നത്. കർത്താവ് യോബിനോട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഇവനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, യോബിന് ചുറ്റി 3 സ്നേഹിതർ കടന്നു വന്നു. ആശ്വസിപ്പിക്കാൻ വന്നതാ അല്ലേ? പക്ഷേ ആശ്വസിപ്പിക്കാൻ വന്നവർ പിന്നീട് വിരൽ ചൂണ്ടാൻ തുടങ്ങി. നീ കുറ്റക്കാരനാണ്, നിന്റെ കുറ്റം കൊണ്ടാണ്, നീ അനീതി പ്രവർത്തിച്ചിട്ടാണ്, നീ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തിട്ടാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവനെ വേദനിപ്പിക്കുകയും കുത്തി നോവിപ്പിക്കുകയും ചെയ്ത സമയത്ത് പലപ്പോഴും ഹല്ലേലൂയ യോബും പറഞ്ഞുപോയി, ഞാൻ ജനിച്ച ദിവസം പോലും ശപിക്കപ്പെട്ടു പോയി, അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാതിരുന്നെങ്കിൽ എന്നൊക്കെ ചില വാക്കുകൾ അവിടെ പറഞ്ഞെങ്കിലും അവിടെയൊക്കെയും തന്റെ വിശ്വാസത്തെ എടുത്തു വെച്ച് ഹല്ലേലൂയ പ്രഖ്യാപിക്കുന്നുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവനെ ഞാൻ ഒരു ദിവസം എന്റെ കണ്ണുകൊണ്ട് കാണുമെന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് സ്നേഹിതന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും 32-ാം അധ്യായം വരുമ്പോൾ അവിടെ സ്നേഹിതർ മാറിപ്പോകുകയാണ്. അവിടെ പറയുന്നത് 32-ന്റെ 1-ാം വചനത്തിൽ പറയുന്നത്, അങ്ങനെ യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് 3 പേരും എന്ത് ചെയ്തു? അവനോട് വാദിക്കുന്നതൊക്കെ നിർത്തി. ശത്രു കുറച്ചു നേരെ കാണത്തുള്ളൂ, അവൻ പിന്നെ മടുത്തങ്ങ് പോകും. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇതാ വേറൊരുവൻ വരികയാണ്, എലീഹു എന്ന് പറഞ്ഞൊരുവൻ. അവനൊരു 4 അധ്യായത്തോളം 6 അധ്യായത്തോളം യോബിനോട് വാദിക്കുകയാണ്. സ്തോത്രം. നീ നിന്നെ തന്നെ എങ്ങനെ നീതിമാൻ എന്ന് പറയാമെന്ന് പറഞ്ഞ് വാദിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യോബ് അവസാനം ഹല്ലേലൂയ പറയുകയാണ് അവിടെ. ഹല്ലേലൂയ സ്തോത്രം. യോബല്ല, ഹല്ലേലൂയ കർത്താവ് അവിടെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ മറിച്ചു കളയുന്ന ഇവനാര്?
സ്തോത്രം. ആലോചന എവിടെ നടന്നതാണ്? യോബിന് ഇങ്ങനെ ഒന്ന് സംഭവിക്കണം, അല്ലെങ്കിൽ യോബിനെ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ആലോചന തുടങ്ങിയത് അവിടാണ്, ദൈവത്തിന്റെ സന്നിധി. സ്തോത്രം. അവിടെ കയറി ചെന്ന സാത്താൻ കർത്താവിനോട് പറഞ്ഞു, നീ എല്ലാം അവനെ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലേ, പിന്നെങ്ങനെ അവൻ നിന്നെ വിട്ടിട്ട് മാറിപ്പോകും? കർത്താവിന് യോബിനെ കുറിച്ചൊരു കോൺഫിഡന്റ് ഉണ്ടായി, ഒരു ഉറപ്പുണ്ടായി. എന്റെ ദാസനെ എന്നെ വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകയില്ല. അതുകൊണ്ട് അനുവാദം കൊടുത്ത്, സാത്താനെ, ഹല്ലേലൂയ, നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, എന്റെ ദാസന്റെ ജീവനെ മാത്രം നീ തുടരുത്, നീ പോ. അനുവാദം കൊടുത്തു. ആലോചനയിൽ, ദൈവ സന്നിധിയിൽ എടുത്ത ഒരു ആലോചന. അത് എന്താ ആലോചനയാണെന്നറിയാമോ? എന്റെ ദാസനായ യോബ് ഏത് കഷ്ടത്തിന്റെ നടുവിലും എന്നെ വിട്ടു പോകയില്ല. കർത്താവിന്റെ ഒരു ഉറപ്പ് തന്റെ ഭക്തനെ കുറിച്ച് ഇന്ന് രാത്രി ദൈവം നമ്മളിലും അത് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വൻമഴ ചൊരിഞ്ഞു, നദി പൊങ്ങി, കാറ്റ് വല്ലാതെ അടിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവെന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നവന്റെ വീട് എന്ത് ചെയ്തിട്ടില്ല? വീണു പോയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? നീ ദൈവസന്നിധിയിൽ നിന്ന് വിലകി പോകുകയില്ല എന്നൊരു ബോധ്യം. കാറ്റിനാൽ അനഞ്ഞാടുന്നവരല്ല എന്നുള്ള ഒരു ബോധ്യം, ഒരു ഉറപ്പ് ദൈവത്തിന് യോബിനെ കുറിച്ചുണ്ടായിരുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സാത്താൻ എന്തെല്ലാം പരീക്ഷിച്ച് അവൻ അസ്ഥിയോട് അസ്ഥിയായി മാറിയാലും, ഹല്ലേലൂയ, സ്തോത്രം, അവൻ എന്റെ വീണ്ടെടുപ്പ് വിലയാണെന്നുള്ള ബോധ്യം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, യോബിന്റെ മേൽ ദൈവത്തിനുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ കർത്താവ് അനുവദിച്ച് സാത്താന് കൊടുത്തു. ദൈവത്തിന്റെ ആലോചനയാണ് അതെന്നുള്ളത് തിരിച്ചറിയാതെ വേണം അവനെ കുറ്റം ചുമത്തുവാനും, അവനെ പരിഹസിക്കുവാനും, അവൻ നീതിമാൻ അല്ലെന്ന് പറഞ്ഞ് അവനെ, ഹല്ലേലൂയ, സ്തോത്രം, ചോദ്യം ചെയ്യുവാനും കടന്നു വന്ന സ്നേഹിതരുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, കർത്താവ് ചോദിക്കുകയാണ്, ആലോചനയെ മറിച്ചു കളയുന്ന ഇവനാരാണ്? സ്തോത്രം. കർത്താവിന്റെ ആലോചനയെ മറിച്ചു കളയുവാൻ ഒരുവനാലും കഴിയുകയില്ല. ഇന്ന് രാത്രി ദൈവജനമേ, നീ ചിലത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, എന്താണ്, ഹല്ലേലൂയ, സ്തോത്രം, ചില കഷ്ടതകളിൽ കൂടി നീ കടന്നു പോകാം, ചില വേദനകളിൽ കൂടി നീ കടന്നു പോകാം. നീ നാളുകളായി ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇതുവരെ മറുപടി ലഭിക്കാത്ത അനുഭവങ്ങളായിരിക്കും. പലപ്പോഴും നീ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എന്താ കർത്താവേ എനിക്ക് മാത്രമേ എന്താ മറുപടി തരാത്തതെന്ന് നീ ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, മകളെ, നീ എത്ര തീക്കകത്തുകൂടെ കടന്നു പോയാലും നീ ഒരു പൊന്നായി പുറത്തു വരുമെന്നുള്ള ഒരു ഉറപ്പെനിക്ക് നിന്നെ കുറിച്ചുണ്ട്. ആയതുകൊണ്ട് ഞാൻ നിന്നെ ചിലതിനെ അനുവദിച്ചിരിക്കുന്നു എന്നല്ലാതെ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മാറോട് നിന്നെ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൽ കൂടി നിന്റെ ചെവികളിൽ ധ്വനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുകയാണ്, നീ ജയിക്കും. പരിശുദ്ധാത്മാവ് ലാവിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണ്, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ, ദൈവത്തിന്റെ ആലോചനയിലാണ് ഹല്ലേലൂയ യോബ് ഇരിക്കുന്നതെന്നുള്ള വലിയൊരു ആത്മാർത്ഥമായ സത്യത്തെ ദൈവം യോബിന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഹല്ലേലൂയ യോബ് പറയുകയാണ്, അയ്യോ, ഇത് തിരിച്ചറിയാതെ ഞാനും എന്ത് ചെയ്തു? അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളും അങ്ങനെ തന്നെയല്ലേ? കഷ്ടത്തിന്റെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, മറുപടി ലഭിക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ചിലത് അറിയാതെ, തിരിച്ചറിയാതെ എന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയാതെ നമ്മൾ പറഞ്ഞു പോകും, യോ കർത്താവേ, എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എനിക്ക് മാത്രം എന്താ കർത്താവേ മറുപടി തരാത്തത്?
ഞാൻ ഈ ലോകത്തിൽ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യോബ് പറഞ്ഞതുപോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിത പന്താവിൽ, എൻ്റെ ജീവിത യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഞാൻ തിരിച്ചറിയാതെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ ആലോചനയ്ക്ക് വിരോധമായി, അങ്ങ് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഉറപ്പിന് വിരോധമായി ഞാൻ എന്തെങ്കിലും ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി എന്നെ ക്ഷമിക്കണമേ കർത്താവേ എന്ന് എത്ര പേർ ഈ രാത്രി ദൈവസന്നിധിയിൽ പറയവിടെ. യോബ് പറയുകയാണ്, ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അതിന്റെ 6-ാം വചനത്തിൽ പറയുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഒരു അനുതാപം യോബ് അനുതപിക്കുകയാണ്. എന്താ അനുതാപം? കർത്താവേ, എന്റെ കഷ്ടത്തിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നിന്റെ ആലോചനയായിരുന്നു, ഇത് നിന്റെ ആലോചനയായിരുന്നു. നീയാണ് എന്നെ ഈ തീയുടെ അകത്തുകൂടെ കടത്തിവിട്ടത് എന്നത് ഞാൻ തിരിച്ചറിയാതെ. സ്തോത്രം, സ്തോത്രം. അങ്ങനെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സ്തോത്രം കഴുകുകയാ, നിങ്ങളോട് ഇടപെടുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് ബലപ്പെടുത്തുകയാ. ഹല്ലേലൂയ, പൈതലേ, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ നിന്നെ പരീക്ഷിക്കുമ്പോഴും തീയുടെ അകത്തുകൂടെ കടത്തിവിടുവാൻ ഞാൻ അനുവാദം കൊടുത്തപ്പോഴും ഞാൻ നിന്നെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു ദൈവ സ്നേഹത്തെ ഹല്ലേലൂയ ഇന്ന് രാത്രിയുടെ യാമത്തിൽ ദൈവം ഉള്ളങ്ങളിലേക്ക് പകരുകയാ. രക്തം ക്ഷയമെടുക്കുന്നു. ഹല്ലേലൂയ, ദൈവസ്നേഹത്തിന്റെ ആഴം, ദൈവസ്നേഹത്തിന്റെ ആഴം അവിടെ യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് യോബ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു പോയി കർത്താവേ. എത്ര പേർ ഇന്ന് രാത്രി ഒന്ന് അനുതപിച്ച് ഏൽപ്പിക്കും? ജീസസ് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി നമ്മളെ വിളിച്ചു വേർതിരിച്ചവരാണ് നാം ഓരോരുത്തരും. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 21-22 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെ കോപപാത്രങ്ങളാക്കി മാറ്റിയപ്പോൾ ഹല്ലേലൂയ, കരുണാപാത്രങ്ങളായ നമ്മുടെ മേൽ അവന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തേണ്ടതിന് നമ്മളെ തെരഞ്ഞെടുത്തു. ആമേൻ, ആമേൻ, സ്തോത്രം. നമ്മളെ വെറുതെ തെരഞ്ഞെടുത്തതല്ല കേട്ടോ. നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? തന്റെ ആദ്യജാതനെന്നും തന്റെ വിളവിന്റെ ആദ്യ ഫലമെന്നും തന്റെ വിശുദ്ധ ജനമെന്നും ഹല്ലേലൂയ, സ്തോത്രം, തന്റെ പുത്രസമ്പത്തായി കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ. എന്റെ ദാസിയ വചനം വായിച്ചു, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വചനം വായിച്ചു. ഹല്ലേലൂയ, ഇസ്രായേലിനെ തൂക്കി നെഞ്ചിൽ ചുമന്നു നടന്ന കർത്താവ് അവരുടെ മേൽ കോപപാത്രങ്ങളായി അവരെ മാറ്റി നിർത്തിയിട്ട് ജാതികളാക്കിയ നമ്മുടെ മേൽ കരുണാപാത്രങ്ങളാക്കി നമ്മളെ മാറ്റി അവന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തേണ്ടതിന്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ, സ്തോത്രം, യോബിന്റെ മേൽ ദൈവം ഹല്ലേലൂയ കരുണയോടെ ഇറങ്ങി വന്നിട്ട് തന്റെ സ്നേഹിതരുടെ മുൻപിൽ അവന്റെ മുഖമാദരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മളെ കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അവന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തീച്ചൂളയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മളുടെ മേൽ അവന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ അത്രേ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിനോട് പറ, കർത്താവേ, നിന്റെ തേജസ്സിന്റെ ധനം എന്നിൽ വെളിപ്പെടുത്തേണ്ടതിന്, നിന്റെ ഇഷ്ടം എന്നിൽ വെളിപ്പെടുത്തേണ്ടതിന്, നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തേണ്ടതിന് നീ എന്റെ മേൽ വെച്ചിരിക്കുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞാൻ പോത്തില്ലെന്ന്. ജീസസ്. യോശുവയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് അവൻ കൂടാരവാസിയായിരുന്നു. മോശ പർവ്വതത്തിൽ കയറുമ്പോൾ അവൻ കൂടാരത്തിൽ ചെന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കും മോശ ഇറങ്ങി വരുന്നത് കാണാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യോശുവയെ പോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരുന്ന് ആ മഹത്വം ഒന്ന് പ്രാപിച്ചെടുക്കാൻ, മോശയിൽ നിന്ന് ആ മഹത്വം അവനൊന്ന് പിടിച്ചെടുക്കണം. അതായിരുന്നു അവന്റെ ലക്ഷ്യം.
മോശയ്ക്കകത്ത് ദൈവം ചിലത് കൊടുത്തേ ഇങ്ങോട്ട് വിടത്തുള്ളെന്നുള്ള നല്ല കോൺഫിഡന്റ് യോശുവയ്ക്കുണ്ടായിരുന്നു. ആ മഹത്വം ദർശിക്കുവാനും ആ മഹത്വത്തിനകത്ത് ദൈവം സംസാരിച്ചത് കേൾക്കുവാനും കാതോർത്തുകൊണ്ട് യോശുവ മാറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കൂട്ടം അപ്പുറത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഹല്ലേലൂയ ദൈവത്തിന് കോപം ജ്വലിക്കുമാറ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളോട് ഇടപെടുകയാ. ഹല്ലേലൂയ അറിവ് കൂടാതെ നമ്മൾ പറഞ്ഞു പോകാൻ അല്ല പ്രിയമുള്ളവരെ. നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് എന്തിനാണെന്നറിയാമോ? അവന്റെ തേജസ്സിന്റെ ധനം നമ്മളിൽ വെളിപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ അവിടെ കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തന്റെ ക്രൂശ് മരണത്തിന് മുൻപായി. ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ. ജീസസ് 9-ാം വചനത്തിൽ പറയുന്നു, ലോകത്തിന് വേണ്ടി അല്ല കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുന്നുണ്ട്. നമ്മൾ ആർക്കുള്ളവരാണ്? യോബിനെ പോലെ നാം ദൈവത്തിനുള്ളവരാണ്. എത്ര പേർക്ക് കോൺഫിഡന്റ് ഉണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതാണെന്ന്? ആമേൻ, സ്തോത്രം. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എത്രയോ നിന്നോട് അപേക്ഷിക്കുന്നത്. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. യോഹന്നാൻ ഹല്ലേലൂയ പത്മോസ് ദ്വീപിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കണ്ടു, സിംഹാസനത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. അവൻ പിതാവിനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവരെ എന്ത് ചെയ്യണം? എന്തായിരുന്നു അവന്റെ അപേക്ഷ? കർത്താവിന്റെ അപേക്ഷ അതിന്റെ 21-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. നീ എനിക്ക് തന്നിട്ടുള്ള എന്റെ ശിഷ്യന്മാർ, നീ എനിക്ക് ഈ ലോകത്തിൽ തന്നിട്ടുള്ളവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒന്നാകണം. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ഒന്നായിരിക്കുന്നത് പോലെ എനിക്ക് നീ തന്നിട്ടുള്ളവരെല്ലാം ഒന്നാകണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഇവരിൽ കൂടി ലോകം എന്നെ അറിയണം. നമ്മളിൽ കൂടി ലോകം അറിയണം. യോബിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി ലോകം അറിഞ്ഞതുപോലെ ഇരട്ടിയായി കൊടുത്തനുഗ്രഹിക്കുന്ന ഒരു ദൈവം യോബിനുണ്ടായിരുന്നു എന്ന് തന്റെ സ്നേഹിതന്മാർ അറിഞ്ഞതുപോലെ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവജനമേ, നമ്മിൽ കൂടി ലോകം ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോൾ തന്നെ നാം അവരിൽ ഒന്നാകണം. പിതാവിലും പുത്രനിലും നമ്മൾ ഒന്നാകണം. ഒന്നായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതിന്റെ 22-ാം വചനത്തിൽ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മഹത്വം, ഗ്ലോറി. ഹല്ലേലൂയ. അതാണല്ലോ ദൈവദാസിയെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴാണ് ഈ മഹത്വം നമ്മിലേക്ക് പകരപ്പെടുന്നത്? എപ്പോഴാണ് പകരപ്പെടുന്നത്? പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ഒന്നായിരിക്കുന്നത് പോലെ നാം ഒന്നായി തീരുമ്പോൾ, ക്രിസ്തുവിൽ ഒന്നായി തീരുമ്പോൾ, പിതാവിലും പുത്രനിലും നാം ഒന്നായി തീർന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവന്റെ മഹത്വം പിതാവ് കൊടുത്ത് പുത്രന് കൊടുത്ത അതേ മഹത്വം ഹല്ലേലൂയ നമ്മുടെ മേൽ സ്വർഗം പകരുകയാണ്. മാത്രമല്ല 23-ാം വചനം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും. എങ്കിലും മഹത്വം മാത്രമല്ല കേട്ടോ, മഹത്വം വന്നു കഴിയുമ്പോൾ പിതാവ് പുത്രനെ എങ്ങനെ സ്നേഹിച്ചോ അതേ സ്നേഹം നമ്മുടെ മേൽ പകരുകയാണ്. അല്പം പോലും മാറ്റമില്ലാതെ, അല്പം പോലും കുറവില്ലാതെ. പുത്രനോട് എന്ത് താല്പര്യമാണോ പിതാവിനുള്ളത്, പുത്രനോട് എന്ത് സ്വാതന്ത്ര്യമാണോ പിതാവിനുള്ളത്, പുത്രനോട് എന്താണ് ഹല്ലേലൂയ പുത്രന് എല്ലാം കൊടുക്കുകയാണ്.
സ്തോത്രം, സ്തോത്രം. തന്റെ ചെങ്കോൽ കൊടുത്തു, തന്റെ സിംഹാസനം കൊടുത്തു, തന്റെ ആധിപത്യം കൊടുത്തു, ന്യായം വിധിക്കുവാനുള്ള അധികാരം കൊടുത്തു, സകലതും സകലതും രാജത്വം പുത്രന് കൊടുത്തു എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, അതുപോലെ തന്നെ, അതുപോലെ തന്നെ നിന്നെയും എന്നെയും പിതാവ് കണ്ടിട്ട് പുത്രനോട് സമത്വമുള്ളവരാക്കി തീർക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, സ്നേഹം, ഹല്ലേലൂയ, പുത്രനോടുള്ള സ്നേഹം അതുപോലെ. എത്ര പേര് ആ സ്നേഹത്തിനകത്തായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 24-ാം വചനത്തിൽ പറയുന്നു, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കും. എത്ര കൊടുത്തിട്ടും പുത്രന് മതിയാകുന്നില്ല. താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ ജനത്തിന് എന്തൊക്കെ കൊടുത്തിട്ടും മതിയാകുന്നില്ല. മഹത്വം കൊടുത്തിട്ട് മതിയാകുന്നില്ല, സ്നേഹം കൊടുത്തിട്ട് മതിയാകുന്നില്ല. എന്നിട്ട് പറയാണ്, പിതാവേ, ഞാനിരിക്കുന്ന ഇടത്തിരുത്തണം, ഞാനിരിക്കുന്ന ഇടത്തവരെ ഇരുത്തണം. ഇതിനു വേണ്ടി ദൈവജനമേ നമ്മളെ ഈ ലോകത്തിൽ വേർതിരിച്ചത്. വക്രതയുള്ള തലമുറയിൽ ഇരുന്ന്, പാപം നിറഞ്ഞ ഇരുട്ടിലിരുന്ന്, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലിരുന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് ഹല്ലേലൂയ, അവന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ. യോബിന് അവന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. യോബിനോട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തി. സ്തോത്രം. ഈ രാത്രിയുടെ യാമത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം വെളിപ്പെട്ട ഒരു ഭാഗം കൂടെ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മഹത്വം പ്രാപിച്ച നാം, ദൈവത്തിന്റെ സ്നേഹത്തിലായ നാം, അവനിരിക്കുന്ന ഇടത്ത് ഇരിക്കുവാൻ പ്രാഗൽഭ്യവും യോഗ്യതയും അവന്റെ രക്തത്താലും വചനത്താലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാം ശിഷ്ടായുസ് നമ്മൾ എങ്ങനെയായിരിക്കണം? താങ്ക് യു ലോർഡ്. എന്താണ് നമ്മുടെ ദൗത്യം? രക്തം ചെയ്യാം. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം. ഹല്ലേലൂയ, സ്തോത്രം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം. രക്തം ചെയ്യാം. അതിന്റെ 16-ാമത്തെ വചനം. അതിന്റെ 16-ാം വചനം ഇങ്ങനെ പറയുന്നു, പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസർ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിന്റെ ഉപകരണങ്ങളും തന്നെ. എലയാസറിന് കൊടുക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഹല്ലേലൂയ, സ്തോത്രം, അഹരോന്റെ മകൻ എലയാസറിന് പുരോഹിത ശുശ്രൂഷ ലഭിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ലേവി കുടുംബത്തിലുള്ള ഹല്ലേലൂയ, സ്തോത്രം, കുടുംബങ്ങൾക്ക് ശുശ്രൂഷകൾ വിഭാഗിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ അതിന്റെ മുന്നിലുള്ള ഭാഗങ്ങൾ കാണുന്നത്. അങ്ങനെ വന്നപ്പോൾ ഹല്ലേലൂയ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഹല്ലേലൂയ അഹരോന്റെ മകനാകിയ എലയാസറിന് അവിടെ ഹല്ലേലൂയ ശുശ്രൂഷ കൊടുക്കുകയാണ്. എന്താണ് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്? ഇവൻ നോക്കി നടത്തേണ്ട ചില കാര്യങ്ങൾ. ഇവന്റെ ഉത്തരവാദിത്തത്തിന്റെ കീഴിൽ കർത്താവ് ചിലത് കൊടുക്കുകയാണ്. യഹോവയായ ദൈവം മോശെ മൂലം എന്തൊക്കെയാ കൊടുത്തത്? വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം, മാത്രമല്ല വിശുദ്ധ മന്ദിരം അതിന്റെ ഉപകരണം. ഇത്രയും എലയാസറിന്റെ ഉത്തരവാദിത്തത്തിന് കീഴിൽ കൊടുത്തിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇതിലൊന്നും കുറയരുത്. എണ്ണ കുറയാൻ പാടില്ല. എണ്ണ കരുതി വെക്കേണ്ടത് ആരുടെ ചുമതലയാണ്? എലയാസറിന്റെ ചുമതലയാണ്. സുഗന്ധ ധൂപവർഗത്തിൽ ഹല്ലേലൂയ, ഈ സുഗന്ധങ്ങൾ ഇട്ടാണ് പുക മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്? എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിരന്തരം. അപ്പം സുഗന്ധ ധൂപവർഗം കുറയാൻ പാടില്ല. സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ശേഖരിച്ച് അത് വെച്ചിരിക്കണം. ശുശ്രൂഷയുടെ സമയത്ത് ഇതൊന്നും കുറയരുത്. നിരന്തര ഭോജനയാഗം, നിരന്തരമായി ഭോജനയാഗം. ഭോജനയാഗത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും ചെറുതായിട്ട് സൂചിപ്പിക്കാം. ഇതിനകത്ത് അരി ഇടിച്ച് തരിയില്ലാതാകുവോളം അരി ഇടിച്ചെടുത്ത മാവിൽ അടയുണ്ടാക്കി ദൈവത്തിന് സമർപ്പിക്കണം. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അഭിഷേക തൈലം, ഇത് കുറയരുത്.
ഇതിന് വേണ്ട വയനത്തൊലി, ഹല്ലേലൂയ സ്തോത്രം, മൂറ്, കുന്തുരുക്കം, ഇതൊക്കെ വെച്ചേക്കണം. തൈലം ഇവിടെ തരുമ്പോ അപ്പുറത്ത് തൈലം ഉണ്ടാക്കണം. അപ്പം ഇതെല്ലാം, പിന്നെ വിശുദ്ധ മന്ദിരവും അതിന്റെ ഉപകരണങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം ഹല്ലേലൂയ ഈ എലയാസർ നോക്കി നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എലയാസറിനെ ഏൽപ്പിക്കുകയാണ് ഈ ഉത്തരവാദിത്തത്തെ. ഇതുകൊണ്ട് എന്താണ് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്? വെളിച്ചത്തിനുള്ള എണ്ണ, അല്ലെങ്കിൽ സമയം പോയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്തട്ടെ. നിങ്ങൾ പിന്നെ ധ്യാനിച്ചാൽ മതി. ദൈവദാസി അത് വീണ്ടും നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരും. വെളിച്ചത്തിനുള്ള എണ്ണ, അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം. നിലവിളക്കിനെ കുറിച്ച് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒറ്റ അടിയായി അടിച്ചുണ്ടാക്കിയ നിലവിളക്ക്, അതിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒഴിക്കാനുള്ള എണ്ണ അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതൊരിക്കലും അണയാൻ പാടില്ല. ഈ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം സഭയോട് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് സംസാരിക്കുമ്പോൾ അവിടെ 1-ാമത്തെ സഭയോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ആദ്യ സ്നേഹം വിട്ടുവിട്ടെന്നുള്ള ഒരു കുറവ് നിന്നിലുണ്ട്. നീ മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ വിളക്ക് തണ്ടിൽ നിന്ന് നിന്നെ എടുത്തു മാറ്റും. സ്തോത്രം. വെളിച്ചം പ്രകാശിക്കണം, നിന്നിൽ എണ്ണ വേണം. വിളക്ക് പ്രകാശിക്കണമെങ്കിൽ ദൈവ സ്നേഹം, അല്ലെങ്കിൽ ആദ്യ സ്നേഹം, നീ ആദ്യം ദൈവത്തോട് കാണിച്ച സ്നേഹം, നീ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കാൽവറിയ സ്നേഹം നിന്റെ അകത്ത് ഊറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നിന്നിൽ നിന്ന് കുറയരുത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഹല്ലേലൂയ, വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവ 3 നിലനിൽക്കും, ഇവയിൽ ഏറ്റവും വലുതോ സ്നേഹം തന്നെ. നിന്റെ വിളക്ക് എപ്പോഴും പ്രകാശിക്കണമോ, ഹല്ലേലൂയ, സ്നേഹമെന്ന എണ്ണ നിന്നിൽ കുറയരുത്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ കരിന്തിരിയാകും, വിളക്ക് കെടും, അന്ധകാരമാകും, നിന്നെ വിളക്ക് തണ്ടിൽ നിന്ന് എടുത്തു മാറ്റും. സ്തോത്രം സ്തോത്രം സ്തോത്രം. വെളിച്ചത്തിനുള്ള എണ്ണ കുറയരുത്. നാം സൂക്ഷിച്ചു കൊള്ളണം, നാം സൂക്ഷിക്കണം. ആ സ്നേഹം നമ്മളെ വിട്ട് പോകരുത്. ദൈവത്തോടുള്ള സ്നേഹം പോകാതെ ഇരിക്കുമ്പോൾ തന്നെ പരസ്പരം നമ്മൾ തമ്മിലുള്ള സ്നേഹം ഹല്ലേലൂയ ഒരിക്കലും കുറഞ്ഞു പോകരുത്. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ കരുതുവാൻ, അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ, ബലഹീനരെ താങ്ങുവാൻ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ബലമില്ലാത്തവരെ ഒന്ന് കൈപിടിപ്പാൻ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ആ സ്നേഹം, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകരുത്. കുറഞ്ഞാൽ വിളക്ക് കെട്ടുപോകും. 2 അവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ സുഗന്ധ ധൂപവർഗം. ഞാൻ പറഞ്ഞല്ലോ, ധൂപവർഗത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ, കുന്തുരുക്കം മുതലായ ഇട്ട് പുകയ്ക്കുമ്പോഴാണ് പുക മേലോട്ട് കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നത്. പ്രാർത്ഥനയെ കാണിക്കും. നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. 3-ാമത് നിരന്തര ഭോജന യാഗം. നമ്മളൊരു യാഗമായി നിരന്തരമായി ദൈവസന്നിധിയിൽ യോബ് പറഞ്ഞതുപോലെ, ഞാൻ എന്നെ തന്നെ വെറുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? പൊടിയിൽ കിടന്ന് അനുതപിക്കുന്നു. എന്നെ തന്നെ വെറുത്ത്. നമ്മുടെ ജീവിതത്തിൽ അനുദിനവും ഒരു യാഗം. ആമേൻ. നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന അനുഭവം, ഒന്ന് ഇടിച്ചെടുത്ത് പാപത്തിന്റെ തരികൾ അല്പം പോലും ഇല്ല എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു യാഗവസ്തുവായി നാം മാറണം. അനുദിനമാണ്. രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു. ഞാൻ കുറച്ചു മുമ്പേ ദാസി പറഞ്ഞതുപോലെ പുറമേ നമ്മളെല്ലാം ഊരിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. വെള്ളവസ്ത്രം ധരിച്ചു, മീശ വടിച്ചു, താടി വടിച്ചു, ഇതെല്ലാം ചെയ്തു. അതുകൊണ്ട് ഇനി ഞാൻ പെർഫെക്റ്റ്, ഇനി കർത്താവ് വന്നാൽ മതി, പോയാൽ മതി എന്നല്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെ തന്നെ ഒന്ന് ഇടിച്ചിടിച്ച് പാപത്തിന്റെ അല്പം പോലും തരി നമ്മളിൽ ഇല്ലാതെ വേണം നമ്മളൊന്ന് ശുദ്ധീകരിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, കുഞ്ഞാണിന്റെ കാന്ത, ഹല്ലേലൂയ, കല്യാണം വന്നിരിക്കുന്നുവല്ലോ, അവന്റെ കാന്ത തന്നെ ഒരുക്കിയിരിക്കുന്നു. തന്നെ നമ്മളെ ഒരുക്കുന്നതാണ് നിരന്തര ഭോജനയാഗം. ഇടിച്ച് നമ്മളെ ഒന്ന് അരിച്ച് പിറക്കണം. എന്നിട്ട് ദൈവത്തിന് നല്ല ഒരു യാഗമായി സമർപ്പിക്കണം. 3-ാമത് ഏറ്റവും അവസാനം പറയുന്നത് അഭിഷേക തൈലം. പരിശുദ്ധാത്മാവാകുന്ന ആ അഭിഷേക തൈലം നമ്മളിൽ കുറയരുത്. നമ്മൾ ചിലപ്പോ പറയാറുണ്ട്, ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു മൂടില്ലായിരുന്നു.
സിസ്റ്റർ ഇന്ന് സൂം മീറ്റിംഗിൽ ഗൂഗിൾ മീറ്റിൽ കണ്ടില്ലല്ലോ, എന്തായിരുന്നു എന്ന് ചോദിക്കും. ഓ, ഇന്നൊരു മൂഡില്ല. ദൈവമക്കൾക്ക് അത് യോജിച്ചതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മളെ സമർപ്പിക്കുക. നമ്മുടെ തൈലം കുറയരുത്. ദൈവം നമ്മുടെ അകത്തൊഴിച്ചിരിക്കുന്ന നിന്റെ പാത്രം നിറഞ്ഞ കവിയും. ഹല്ലേലൂയ. പുതിയ എണ്ണ അവൻ അനുദിനവും നിന്നെ തേപ്പിക്കും. നിന്റെ അഭിഷേക തൈലം നിന്നിൽ നിന്ന് കുറഞ്ഞു പോകരുത്. നിന്റെ പാത്രം എപ്പോഴും നിറഞ്ഞ് കവിയണം. നിന്റെ പ്രാർത്ഥന ഹല്ലേലൂയ എപ്പോഴും ദൈവസന്നിധിയിൽ ഉയർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ സ്നേഹം നിന്നിൽ നിന്ന് കുറഞ്ഞു പോകരുത്. അവസാനം പറയുകയാണ്, വിശുദ്ധ മന്ദിരവും ഉപകരണങ്ങളും. വിശുദ്ധ മന്ദിരം പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും മന്ദിരമെന്നും അതിന്റെ എന്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്നെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. നമ്മുടെ ഈ ശരീരം അപ്പൻ വസിക്കുന്ന മന്ദിരമായതുകൊണ്ട് ഇതിനെ സൂക്ഷിച്ച് ഇതിനെ നോക്കി നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ കുറയാതെ വണ്ണമുള്ള സ്നേഹം, കുറയാത്ത അഭിഷേക തൈലത്താൽ, ഹല്ലേലൂയ, കുറഞ്ഞു നിന്നു പോകാത്ത പ്രാർത്ഥനയാൽ, ഹല്ലേലൂയ, സ്തോത്ര സമർപ്പണത്താൽ, ശുദ്ധീകരണത്താൽ, ഹല്ലേലൂയ, മന്ദിരത്തെ സൂക്ഷിച്ചുകൊണ്ട് ഇതിലെ ഉപകരണങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ കാലടികൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവികൾ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കുന്ന നമ്മുടെ ജീവിതം നമ്മൾ നോക്കി നടത്തേണ്ടത് ഒരു എലയാസറിന് കൊടുത്ത ശുശ്രൂഷ പോലെ ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസന്നിധി സമർപ്പിക്കാമോ? സമർപ്പിച്ചിട്ട് പറയാമോ, കർത്താവേ എന്നെ ഇതാ സമർപ്പിക്കുന്നു. നിനക്ക് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് കർത്താവേ. നിന്റെ സന്നിധിയിൽ എന്നെ കുറിച്ച് എടുക്കുന്ന ആലോചനയ്ക്ക് മുൻപിൽ ഞാൻ പതറാതെ നിൽക്കുവാൻ, സാത്താന്റെ വെല്ലുവിളികൾക്ക് മുൻപിൽ ഞാൻ അറിയാതെ തിരിച്ചറിയാതെ ഒന്നും പറഞ്ഞു പോകാതെ വേണം. ഇത് നിന്റെ ആലോചനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സ്നേഹം അല്പം പോലും എന്നിൽ നിന്ന് കുറഞ്ഞു പോകാതെ എന്റെ വിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കുവാൻ എന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, അഭിഷേക തൈലം കുറഞ്ഞു പോകാതെ എന്റെ പാത്രം നിറഞ്ഞു കവിയുവാൻ, അത് ആത്മാവിന്റെ ഫലമായി കൃപാവരങ്ങളായി ഹല്ലേലൂയ, സ്തോത്രം, നിറഞ്ഞു കവിയുവാൻ, മറ്റുള്ളവർക്ക് ഞാൻ പ്രയോജനപ്പെടുവാൻ എന്നെ ഇതാ ഏൽപ്പിക്കുന്ന കർത്താവേ. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ ഈ വചനത്തിന് മുമ്പേ സമർപ്പിക്കും? എന്നെ കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ എന്റെ പിതാവിലും എന്റെ കർത്താവിലുമാണ്. എന്നിൽ കൂടി ലോകം ക്രിസ്തുവിനെ അറിയണം. അവന്റെ മഹത്വം എന്നെ തന്നിട്ടുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ ഇരിക്കുന്ന ഇടത്തിലാണ് എന്നെ ഇരുത്തുവാൻ അവൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതിനായി അങ്ങെത്തും വരെയും എന്റെ എണ്ണ കുറഞ്ഞു പോയതപ്പ. ഞാൻ വെളിച്ചം പകരണം. വെളിച്ചമുള്ളവളായി എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവളായി, ആത്മാവിൽ ജാഗരിക്കുന്നവരായി, ഓ ജീസസ് ഹല്ലേലൂയ, നിറഞ്ഞു കവിയുന്ന അഭിഷേക തൈലത്താൽ നിറയപ്പെട്ടതായി അല്പം പോലും കുറയാതെ ഈ മന്ദിരത്തെ സൂക്ഷിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇതിലെ ഉപകരണങ്ങൾ എന്റെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായിട്ടല്ല, പാപം മർത്യ ശരീരത്തിൽ വാഴാതെ വേണം നീതിയുടെ അവയവങ്ങളായി ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് എന്റെ കർത്താവേ നിന്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്ന. കണ്ണുകളടയ്ക്കാമോ? ദൈവസന്നിധി സമർപ്പിക്കാമോ? കർത്താവിനോട് പറ, കർത്താവേ ഒന്നുകൂടെ എന്നെ ഒന്ന് പുതിയതാക്കണമേ. നല്ലൊരു വിളക്കായി എന്നെ നീ കർത്താവേ നിർത്തുമാറാകണമേ. നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം എന്നിൽ നിന്ന് സ്നേഹം കുറയാതെ, പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കുറയാതെ, തൈലം കുറയാതെ, ഹല്ലേലൂയ, പ്രാർത്ഥന കുറഞ്ഞു പോകാതെ, യാഗങ്ങൾ കുറഞ്ഞു പോകാതെ അപ്പച്ചായി എന്നെ സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നിന്റെ കൃപ എന്റെ മേൽ പകരണമേ അപ്പച്ച. എന്റെ കുടുംബത്തിൽ പകരണമേ. പരിശുദ്ധരെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തിയിട്ട് നീ തന്ന നല്ല ആലോചനയ്ക്കായി ഒന്നുകൂടെ നിരസന്നിധി ഞങ്ങൾ പുതിയതാക്കപ്പെട്ടുകൊണ്ട് ദൈവകൃപയിൽ മുന്നേറുവാൻ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. അപ്പ വചനത്തിന്റെ അകത്തേക്ക് കയറി നിന്നിൽ നിന്ന് ഹല്ലേലൂയ വിടുതൽ പ്രാപിപ്പാൻ, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഹല്ലേലൂയ ഞങ്ങളെ നീ സഹായിക്കണമേ അപ്പ. ഞങ്ങൾ പ്രായം തികഞ്ഞവരായി മാറട്ടെ. പ്രായം തികഞ്ഞവരായി തിരുസന്നിധിയിൽ കടന്നു വരുവാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരുമാറാകണമേ.
അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ജനത്തെ എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു.